ഒരു റയൽ മാഡ്രിഡ് ആരാധകനാകുക എന്നത് ഒരു അഹങ്കാരമാണ്. കാരണം അവിടെ കവിതകൾക്കോ കാവ്യങ്ങൾക്കോ ഒന്നും തന്നെ ഇടമില്ല. നിരന്തരം വിജയിക്കാനുള്ള വാശിയും കിട്ടിയത് അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കാനുള്ള ആവേശവും ഉയർത്തി നിൽക്കുവാൻ കെൽപ്പുള്ള പാരമ്പര്യവും ഭൂമിയിലെ ഭൂരിഭാഗം മനുഷ്യരെയും അവരിലേക്ക് അടുപ്പിക്കും എന്നതാണ് യാഥാർത്ഥ്യം. അത് അങ്ങനെയാണ് റയൽ മാഡ്രിഡ് റോയൽ മാഡ്രിഡ് ആകുന്നത്. നിരന്തരമായ തകർച്ചകളുടെ നീണ്ട അധ്യായം അവർക്ക് മുന്നിൽ ഉണ്ടായിട്ടേയില്ല. മടങ്ങി വരാൻ വർഷങ്ങളോ യുഗങ്ങളോ എക്കാലത്തും അവർക്ക് കാത്തിരിക്കേണ്ടി വരാറില്ല. തങ്ങളെ വിശ്വസിക്കുന്ന ആരാധകർക്ക് വേണ്ടി വിധിയെപ്പോലും കീറിമുറിച്ച് അധികം വൈകാതെ തന്നെ അവർ തിരിച്ചു വരും. അതാണ് അവരുടെ ശീലം. അതുകൊണ്ട് തന്നെ ആ മെൻറ്റാലിറ്റിയുള്ള ബ്ലഡ് ടോണുകൾക്ക് മാത്രമേ എക്കാലത്തും ബെർണാബ്യൂവിലേക്ക് വന്ന് മാഡ്രിഡ് ജേഴ്സി അണിയുവാൻ തയ്യാറാകേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ പലവട്ടം തിരിച്ചും മറിച്ചും നിങ്ങൾ പരിശോധിച്ചാൽ പോലും അവിടെ വിയർപ്പ് വീഴ്ത്തിയവരുടെ പേരുകൾ എന്നും യൂറോപ്പിൻ്റെ കഥകളിൽ അങ്ങനെ തലയെടുപ്പോടെ നിൽക്കുന്നുണ്ടാകും. റയൽ മാഡ്രിഡ് ബാഴ്സലോണ മത്സരങ്ങൾക്ക് ഫുട്ബോൾ ലോകത്ത് വലിയ മാർക്കറ്റുണ്ടെങ്കിൽ അത് വെറുതെ അങ്ങ് പൊട്ടിമുളച്ചതല്ല. കാലങ്ങളായി രണ്ട് ടീമുകളും ഇഞ്ചോടിഞ്ച് ഒന്നാമനാകാൻ പോരടിച്ചത് കൊണ്ടാണ് അങ്ങനെയൊരു കാലഘട്ടം തന്നെ സൃഷ്ടിക്കപ്പെടുന്നത്. അനുദിനം അതുകൊണ്ട് തന്നെ അതൊരു യുദ്ധസമാനമായ അന്തരീക്ഷവുമായി മാറുകയായിരുന്നു. അതിനെയാണ് എൽ ക്ലാസിക്കോ എന്ന പേരിട്ട് വിളിച്ചത്. നമ്മൾ കണ്ടു തീർത്ത എൽ ക്ലാസിക്കോ കഥകൾ അവസാനിക്കുന്നത് ഈ ഫുട്ബോൾ ലോകത്തിലെ രണ്ട് ഇതിഹാസങ്ങളുടെ കഥയിലൂടെയാണ്. അവിടെ നിന്നും മറ്റൊരു തലമുറ പുനർജനിച്ചു, അതേറ്റെടുത്തു. കാലത്തിൻ്റെ വേഗതയനുസരിച്ച് രീതികളും അന്തരീക്ഷവും മാറി മറിഞ്ഞു. കളത്തിന് പുറത്തും അതിൻ്റെ വൈകാരികതയിലും വളരെ വലിയ മാറ്റം വന്നു. പുതിയ ശത്രുക്കളും പുതിയ പേരുകളും ഉടലെടുത്തുകൊണ്ടേയിരുന്നു. കാറ്റാലൻ ജേഴ്സിക്കാർക്ക് പൂർണ്ണമായും നാശം ബാധിച്ചു കൊണ്ടിരുന്നപ്പോഴെല്ലാം പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ പാരമ്പര്യത്തിനും പ്രൗഢിക്കും ചരിത്രത്തിനും വലിയ കോട്ടമൊന്നും സംഭവിച്ചിരുന്നില്ല. ലാലിഗയിലും ചാമ്പ്യൻസ് ലീഗിലും അവർ തങ്ങളുടെ വിജയഗാഥ പഴയതുപോലെ തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഒരു നേരിയ തോതിൽ യൂറോപ്പിൻ്റെയും സ്പെയിൻ്റെയും തലപ്പത്ത് നിന്ന് റയലൊന്ന് ഇടറി വീണപ്പോൾ പലരും അവരുടെ വീഴ്ച കണ്ട് ആനന്ദിച്ചു, ആസ്വദിച്ചു, പരിഹസിച്ചു. കൂടെ ചിരവര്യായികളായ ബാഴ്സലോണയിൽ ഫ്ലിക്ക് യുഗം അതിൻ്റെ ഏറ്റവും വലിയ ലെവലിൽ നിന്നുകൊണ്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരുന്നു. എപ്പോഴോ കൈമോശം വന്ന കളിരീതിയും പരിക്കുകളും ലോസ് ബ്ലോങ്കസിൻ്റെ കുപ്പായത്തിലേക്ക് നാണക്കേടിൻ്റെ കരവാർത്ത് വെച്ചു. കൂടെ നാണം കെട്ട 4 എൽ ക്ലാസിക്കോ മത്സരങ്ങളിലെ തുടർത്തോൽവികളും. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിടത്ത് പലരും എഴുതിത്തള്ളാൻ വരെ തീരുമാനിച്ചിടത്ത് സാബി അലോൺസോയെ കൊണ്ടുവന്ന് പുതിയ ടീമിനെ പരസ് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതങ്ങനെയാണല്ലോ, അതാണല്ലോ അവരുടെ പതിവ് രീതിയും. പഴയതും പുതിയതും തിരികെ എത്തിച്ചതുമായ താരങ്ങളെ കൊണ്ട് സാബിയുടെ തുടക്കം പതറിയപ്പോഴും സാബി അവരെ തിരിച്ചു കൊണ്ടുവരുമെന്ന് വിശ്വസിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ ആരാധകർ അയാളെയും അയാളുടെ ടീമിനെയും കൈവിട്ടില്ല. കാരണം അവർ റയൽ മാഡ്രിഡ് ആരാധകരായിരുന്നില്ലേ. നിലങ്ങളേറെ കണ്ടവരാണ് റയൽ മാഡ്രിഡ് ആരാധകർ. ആ പേരും ചരിത്രവും തന്നെ മതിയായിരുന്നു അവർ തിരികെ വരുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കാൻ. അതുകൊണ്ട് തന്നെ ഉയിർപ്പിൻ്റെ ദിനങ്ങൾക്ക് അധിക സമയം അവർക്കെടുക്കേണ്ടി വന്നില്ല. അതേ വേദിയിൽ അതേ ആൾക്കൂട്ടം നോക്കി നിൽക്കെ ആദ്യ എൽ ക്ലാസിക്കോയിൽ തന്നെ കണക്ക് തീർത്ത് റയൽ മാഡ്രിഡ് റോയലായി തിരിച്ചു വരുന്നുണ്ട്. ക്ലീശയായി പോകുമെങ്കിലും പഴയ ആ റയൽ മാഡ്രിഡിനെ കണ്ടുവെന്ന് തന്നെ വേണം പറയാൻ. വിജയത്തിനു വേണ്ടി ഏതറ്റം വരെ പോകുന്ന, ചാകാൻ വരെ തയ്യാറാകുന്ന പഴയ ആ ചേട്ടന്മാരുടെ പിൻതലമുറ പറ്റും പോലെ എതിരാളികളുടെ മസിൽ പവറിനെയും വായ്ത്താളത്തെയും ഒരുപോലെ മറുപടി നൽകാൻ കഴിവുള്ള പുതിയ റയൽ മാഡ്രിഡ്. ചാമ്പ്യൻസ് ലീഗിലെ ആഴ്സണലുമായുള്ള തോൽവിയും 4 എൽ ക്ലാസിക്കോയും നീറ്റിലൂടെ തുടരുമ്പോൾ ഇത്തരമൊരു തിരിച്ചുവരവ് റയൽ ആരാധകരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയും വിശ്വാസവുമാണ്. സാബിയുടെ തീരുമാനങ്ങളും തിരുത്തലുകളും ഫലം കണ്ടു തുടങ്ങി എന്നുകൂടി വേണം പറയാൻ. മുന്നേറ്റവും മധ്യനിരയും ഡിഫൻസുമെല്ലാം ഭദ്രത പുലർത്തുന്നുണ്ട്. പകരക്കാരുടെ നീണ്ട ലിസ്റ്റ് തന്നെ സാബിയുടെ പക്കലുണ്ട്. വായ്ത്താളങ്ങളെ പൂട്ടാനുള്ള പ്ലാനും പ്ലെയറും പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ പറയാം, പഴയ കഥകൾ കൊണ്ടുവന്ന് കരയുന്നവരോട് അതിനു മുന്നിലുള്ള കഥകൾ കൂടി നിങ്ങൾ വിശദമായി പഠിക്കേണ്ടതുണ്ട്. അത് ഇനിയാണ് പുതിയ അധ്യായം. ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം എണ്ണി എണ്ണി കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. യമാൽ പറയും പോലെ നിങ്ങൾക്കത് തടയാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കും തിരിച്ച് റയലിനെ പരിഹസിക്കാം. പക്ഷേ അതിന് നിങ്ങൾ എക്കാലത്തും റയൽ മാഡ്രിഡ് മാത്രമായിരിക്കണം.
of glitz and legend will go to